ഇടുക്കിയിലെ പാംബ്ല ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തും. രാത്രി 10 മണിയോടെയാണ് ഷട്ടറുകൾ ഉയർത്തുക. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിൻ, വിശദാംശങ്ങൾ നൽകും. അക്ഷയ, പാംബ്ല ഡാമിന്റെ ഷട്ടറുകൾ രാത്രി 10 മണിയോടെ ഘട്ടം ഘട്ടമായി ഉയർത്തി ഏതാണ്ട് 500 ക്യുമെക്സ് വെള്ളം വരെ പുറത്തേക്ക് ഒഴുക്കാനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം KSEBക്ക് അനുമതി നൽകിയിരിക്കുന്നത്. ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നു. അതോടൊപ്പം തന്നെ താരതമ്യേന ചെറിയ ഡാമാണ്, ഒരു ഡൈവേർഷൻ ഡാം എന്ന രീതിയിൽ മാത്രമേ ഇതിനെ പരിഗണിക്കാൻ കഴിയൂ. നിലവിൽ ഡാമിലെ ജലനിരപ്പ് 252.10 മീറ്റർ ആണ് ജലനിരപ്പ്. പരമാവധി സംഭരണ ശേഷി എന്ന് പറയുന്നത് 253 മീറ്ററാണ്. അതുകൊണ്ട് തന്നെ ഇനി വരും മണിക്കൂറുകളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കല്ലാറുകുട്ടി ഡാമിൻ്റെ ജലനിരപ്പ് കൂടി ഉയർന്നാൽ ഒരുപക്ഷെ കൂടുതൽ വെള്ളം തുറന്നുവിടേണ്ടി വന്നേക്കാം. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാംബ്ല ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. രാത്രി 10 മണിയോടെയായിരിക്കും ഷട്ടറുകൾ ഉയർത്തുക. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കുക. നമുക്കറിയാം, നേര്യമംഗലം, ഭൂതത്താൻകെട്ട് ഉൾപ്പെടെയുള്ള മേഖലയിൽ താമസിക്കുന്ന, പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. മറ്റ് ഡാമുകളുടെ കാര്യത്തിൽ ആശങ്കകളൊന്നും നിലവിലില്ല. ഡാമിലെ ജലനിരപ്പൊക്കെ വളരെ കുറവാണ്. ഇടുക്കി ഡാമിലും അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാമിലുമൊക്കെ മുൻ വർഷത്തേക്കാൾ ഏതാണ്ട് മുൻ വർഷത്തിൻ്റെ പാതി വെള്ളം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അല്ലെങ്കിൽ സംഭരണശേഷികൾ വളരെ താഴ്ന്ന നിലയിലാണ് ജലനിരപ്പ് എന്ന് തന്നെ പറയാം. എങ്ങനെയാണ് ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്യുന്നതിനപ്പുറത്തേക്ക് ജില്ലയിൽ മഴ ലഭിക്കുന്നുണ്ടോ? ജില്ലയിൽ പരക്കെ മഴ ലഭിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ദേശീയപാത നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും അശാസ്ത്രീയമായിട്ടുള്ള മണ്ണെടുപ്പ് നടക്കുന്നുണ്ട്. അതിനെ തുടർന്നുണ്ടാകുന്ന മണ്ണിടിച്ചിലാണ് പ്രധാന ഭീഷണി എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ചീയപ്പാറയ്ക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായി. ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം അനുസരിച്ച് നേരത്തെ മൂന്നാർ CSI പള്ളിയുടെ ഭാഗത്ത് ഒരു വിള്ളൽ രൂപപ്പെട്ടിരുന്നു ഒരു 2-3 ആഴ്ച മുമ്പ്. ആ വിള്ളൽ കൂടുതൽ രൂക്ഷമായിട്ടുണ്ട് എന്ന വിവരം കൂടി അവിടെ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ഇന്നലെ രാത്രി ഈ മൂന്നാർ CSI പള്ളിയുടെ ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്നു. ആ ഭാഗത്ത് മണ്ണിടിയാൻ സാധ്യതയുള്ളതുകൊണ്ട് ജെയിൻ എസ് രാജുവാണ് വിവരങ്ങൾ നൽകുന്നത്.